അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ ഒരു സാഹചര്യമുണ്ട്. അതായത് മുൻപ് ഒരു 99 ദിവസം 100 ദിവസം ഒക്കെ കിട്ടിയിരുന്ന വിൻഡോ ഇപ്പോൾ നമുക്ക് ഒരു 28 ദിവസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 28 ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത്. അതിനുശേഷം അത് OTT പ്ലാറ്റ്ഫോംസിലേക്കും TV-യിലേക്കും ഒക്കെ ചുരുങ്ങി കൊച്ച് 4-5 5 സ്ക്രീനിലും TV-യിലേക്കും ഒക്കെ ആയിട്ട് മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ 1.5 വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടൊരു സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശ്ശീലയിൽ കാണാൻ കിട്ടുന്ന 28 ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ കാണണം, എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. പക്ഷേ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അല്ല, ഇത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടു പരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണമെന്ന് നമ്മൾ എന്തുകൊണ്ട് ചാറ്റിംഗ് ചെയ്യണം? ഞാൻ പറയുന്നത് നമ്മുടെ വാരിബൽ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശി കഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്. പക്ഷെ അതിന്റെ വേഗത 100% അപ്പൊ അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പൊ അതിന് എന്താ പറയാ, അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അത് അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചിത്രം കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായിരുന്ന സംഗതിയാണ്. രണ്ടാമത് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്ന് എനിക്ക് കണ്ടപ്പം പിന്നെയും കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു. ഇപ്പോഴും ലീച്ചറിന്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണ്. ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. അതായത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് തന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ ഓരോ സ്റ്റാർസ് തന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ
ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നത് ആണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡൻ്റ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മമാരിരുന്നിട്ട് ഞങ്ങൾ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല. അപ്പൊ അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് ഭൂതങ്ങളുടെ കഥ, നിധിയുടെ കഥ, കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലൊരു സിനിമയാണത്. അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമല്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ചിന്തകളും വേറിട്ടായിരിക്കും. പക്ഷേ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാള് പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ സീനില് തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്നു. അത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ്. എന്റെ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അതെന്നെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഗുണം ഇതൊക്കെ നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്കകത്തുണ്ട്. ലാലേട്ടന്റെ ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ഫാൻസ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലേട്ടനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. നമ്മൾ തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുറക്കുന്നത് പോലെ അതങ്ങനെ ഒരു സ്ലോയിൽ പോകേണ്ട ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു. നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർച്ചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കഥയുടെ നരേറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറാണ്. ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത്. അപ്പം ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ്. അപ്പൊ എന്താണ്, അയാള് ജയിച്ച് അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ്
ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിലാണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ, ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർഡ് കോഴ്സ് 100 പോകുന്ന ഒരു എഞ്ചിൻ വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത്. നമ്മളിവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത്. അപ്പോ അതില് ആദ്യം 20-30 മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ്. കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ തുടർന്ന് പോകുക. അപ്പൊ അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ്, പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രി ഇല്ലാത്ത തരത്തിലുള്ള എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് പലപ്പോഴും പല സ്ഥലം പറയുന്നു. അത് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥ, സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരിനുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹേറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ. അതായത് ഞാൻ പറഞ്ഞു, ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഈ ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ, പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നു പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയൊരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ. അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം, കിടന്നുറങ്ങാൻ ഒരു സ്ഥലം മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ച് മനസ്സിലാവുന്നില്ല. LGP ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇന്നിപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഒരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന്. 10 സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം കൂട്ടിവെച്ച ഒരു സിനിമയാണ് 10ാമത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ എൻ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല, അത് തിയേറ്ററിൽ കാണുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 28 ദിവസമേ ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ പിന്നെ അത് 10-20 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരമുള്ളൂ. അപ്പൊ ഈ 28 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോ എന്താണ്, LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം. സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ. സാറിന്റെ സിനിമകളെല്ലാം എലിവേറ്റഡ് ആർട്ടിസ്ട്രി അറ്റ് ദ പീക്ക് എന്നുള്ള തരത്തിലാണ് എല്ലാ സിനിമകളും വരുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിലാണ്, ലോകത്തുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. സ്പൂൺ ഫീഡ് ചെയ്യുന്നതിൽ താങ്കൾക്ക് താല്പര്യം ഇല്ലാന്നും കേട്ടിട്ടുണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട് ഈ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയ ശേഷം. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ മലയാളി സാധാരണ ഓഡിയൻസിന് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല. എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എന്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത്. ചില സമയം
നമ്മള് അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഈ സിനിമ ഞാൻ പറഞ്ഞു ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ്. അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല. അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക, ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഷിബു ചായന്മാർ, ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്, കൊച്ചുമഞ്ചായന്റെ സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, നമ്മുടെ തന്നെ കമ്പനി ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ക്ലീൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഒരു സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും പറയും ചെയ്തു, ചില സ്ഥലങ്ങളിൽ കണക്ട് ഇല്ലാതെ പോകുന്നു, അതിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് പ്രേക്ഷകർക്ക് തോന്നി എന്ന് കൃത്യമായിട്ട് അല്ലല്ല, അതല്ല. അതായത് ഇപ്പോ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല. പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിൽ നിന്നല്ല. അത് ആൾക്കാർക്ക് രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ്. ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ, ഇത് ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് എന്നൊക്കെ പറയുന്നത് അത്രയും എക്സ്റ്റെൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിന് കഥ പറയേണ്ട ഇതുകളാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ഈ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയധികം ക്യാമ്പയിൻ നേരിടുന്ന ഒരു സിനിമയാണോ ഇത്? അത് എന്തുകൊണ്ടായിരുന്നു ഇത്രയധികം വിദ്വേഷം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാവുന്നത്? അല്ല, എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനവൻ ആരും ശ്രദ്ധിക്കണ്ട. നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്. ഹേറ്റ് ക്യാമ്പയിൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ജനറൽ ട്രെൻഡ് നിലനിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിന്റെ അയൽപക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നെ വേണ്ട ടിക്കറ്റ് എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടാന്ന് വയ്ക്കും. അത് തന്നെയാണ് ഹേറ്റ് ക്യാമ്പയിൻ. അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് മാത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ളതുപോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും
അവര് ഇത് കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ്. എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരുത്തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്? അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയും, ഇതെല്ലാം ഒരു കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് തന്നെ. അല്ലാതെ ഇത് നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും 100% കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റിയോടുകൂടി നമ്മളോട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും നമ്മൾ ദയവേത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പൊ ആ തിയേറ്റർ അനുഭവം അതിന്റെ ഏറ്റവും നല്ല സൗണ്ടിൽ, ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത്. അത് തന്നെ. പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് പടം കാണാൻ. ആദ്യ ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് വന്ന് അത് കുറച്ച് താന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ലിജോ എന്ന ഡയറക്ടറിനെ എല്ലാവരും നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമയിൽ എന്നുള്ളത്? എന്താണ് ബാലു എന്ന സിനിമയിൽ ഡയറക്ടർ മുന്നോട്ട് ഇത് ഇപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. അപ്പോ അതിന് എല്ലാം ചേർന്ന് വന്നു. ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു, അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായ കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കിത്. അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അതിലുള്ളൂ. അതാണ് കാലിമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഏതാണ്? അല്ല, മനം മടുത്തുന്നല്ല, ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സ് മടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിന് പുറകെ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല. അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അത് അറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സ് മടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഡബിൾ പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അതിനുശേഷമുള്ള ചിത്രങ്ങള് ചെറിയ ബഡ്ജറ്റില് ചെറിയ ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളൊക്കെ വെച്ച് തേർഡ് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. ഇപ്പോഴും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയോ മനസ്സിലായി? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മളൊരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ അതില് ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല. അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇവോൾവ് ആയിട്ട് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ
നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ, വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ, അതിനുവേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒട്ടൊരു അല്ല. രണ്ടാം ഭാഗം വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, കൂടുതൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിവ്യൂവിനെ വിലയിരുത്തിയിട്ടായിരിക്കും രണ്ടാം ഭാഗം മേക്കിംഗ് വരിക, അല്ലെങ്കിൽ സാർ ഓൾറെഡി മനസ്സിൽ കൺസീവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും? അല്ല, ആദ്യം തന്നെ ഇത് കണ്ടെല്ലാവരും ജീവിക്കും, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റും. അത് ഉറപ്പായിട്ട് നമ്മൾ അതിനെ പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാൻ ആണ്. പക്ഷെ ഇത് ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇങ്ങനത്തെ എന്ത് സാഹചര്യം കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കിടക്കാൻ സാധിക്കുന്നത്. ഇത്തരം സിനിമകൾ പറഞ്ഞതിനോടാണ് ചില സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന, ലാലേട്ടന്റെ ഒരു സിനിമയാണ് അല്ലെ, ലിജോയുടെ ഒരു സിനിമയാണ്, എങ്കിലും ഇതിനകത്ത് ഒരു ഖയൽമാനാണ് അല്ലെ, ഖയൽമാന്റെ ഇപ്പൊ നടന്നു വരുന്ന സിനിമ അടിച്ചാൽ ഓരോ തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാലേ സിനിമ വിജയിക്കുന്ന കോൺസെപ്റ്റ് ഇപ്പൊ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ആയിരിക്കണം. നമ്മള് ഈ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മൾ റീൽസ് അടുത്തേക്ക് പോകണം. നമ്മൾ ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ. വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സിനിമയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ടത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഓഡിയൻസ്. സിനിമ ആക്ച്വലി ഇഷ്ടം. ഫസ്റ്റ് ഹാഫ് ആയിട്ടൊരു 5 മിനിറ്റ് ആ ഒരു സെറ്റിംഗിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴും സെക്കൻഡ് ഹാഫ് ശരിക്കും ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ടൈലിന്റെ പോർഷൻസും കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് വെച്ചിട്ട് സ്റ്റോറി ആയിട്ട് എനിക്ക് ഒരു മേക്കറായിട്ട് അറിയണം. പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും അതേപോലെ ഇപ്പോൾ വിഷ്വലെ കുറിച്ച് ഭയങ്കര ഒരു രീതിയിൽ അതിനെ കുറിച്ചിട്ടൊന്ന് ടീച്ചറിന്റെ അറിയണമെന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഈ പടത്തിന്റെ ക്ലാസ് ഇപ്പൊ ലാലേട്ടനുണ്ട്, ലാലേട്ടൻ ബാക്കി എല്ലാവരും ഇപ്പൊ ഡാനിഷ് സൈറ്റിന്റെ പെർഫോമൻസ്, അതേപോലെ ലാലേട്ടൻ എങ്ങനെയായിട്ടാണ് ഈ ആക്ടേഴ്സിനെയൊക്കെ ഒരു ഫിറ്റ് ചെയ്തൊരു പ്രോസസ് ഉണ്ട്. ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഡാനിഷ് സൈറ്റ് നമുക്ക് വേറൊരു ഫോർമാറ്റാണ് അറിയാം. അപ്പൊ അതൊക്കെ പടത്തിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഇത് പറയണമെന്ന് തോന്നി, കാരണം ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഇത് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇന്ത്യൻ സ്വഭാവം, അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുഖങ്ങൾ വേണമെന്ന് ഒരാവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് സൈറ്റിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ 100% വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ അതിലേക്ക് വന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹി വിൽ ടേൺ ഔട്ട് ഇൻടു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി. അത്രയും കാലിബറുള്ള ഒരു ആക്ടറാണ്. ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. പിന്നെ സൊനാലി വന്നിരിക്കുന്നു. സൊനാലി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി. അപ്പൊ നമ്മൾ അതുപോലുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് എലമെന്റ്സ് ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ മനോജ് ചിന്നപ്പയ്യനെ അവതരിപ്പിക്കുന്ന, അയ്യനാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഹരീഷ് പേരടി ചേട്ടൻ എന്തൊരു മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയരുത്. ഇതിന് പുറകില് പോയിരിക്കുന്ന മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക്, എത്ര മാസീവ് എഫേർട്ടാണെന്ന് വിചാരിക്കുന്നത്. ഓരോന്നും സൗണ്ടിനും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പ്രത്യേകം എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രശാന്തിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് കൂടി, ഒന്ന് ശ്രീറാമും രാകേഷ്. പ്രശാന്ത് is here. You speak about music.
Prashant is here and he just came for the film release. Yeah, so I'll try to speak as much as in Malayalam. Film and actually discussions were, was a very, very long process, almost a year and a half back. Film start and start to finish is 1 year, but actually film the entire discussions, music and whatnot started almost sort of 1.5 years back. The amount of detailing that Lijo has for the sound of the cinema, the music of the cinema, is what makes working with Lijo fun. Appo idile score in the design, sound in the design, the way it is treated, the way the space has been given for all these characters, for the setting, for the background elements. Even you have seen some shots where just moon is there on the screen for quite some time, and the reason for all that, where it didn't have music or where it has music, is that he is trying to set the tone of the film without, someone asked, spoon feeding into it. So the idea being that you have to enjoy the cinema as a completely unbiased, fresh audience or a fresh mind. You have to watch it. Then the sound design and music design. When I'm saying sound design, it's more about music. So music also, we took almost around 8-9 months to arrive at what is the sound that will define this cinema. In fact, film mixing in there almost 30 days മുന്നേയാണ് നമ്മൾ ഒരു സൗണ്ട് ഡിഫൈൻ ചെയ്തത് ഫിലിമിന്. ഇത് അത്രയും കാലം നമ്മൾ we were experimenting a lot of sounds. There's a lot of music recorded all over India. We also had some musicians from Bali, from Colorado. I was in Canada at this time. So a lot of refining has been done. When you see people reacting to other people's negative opinion and just shunning away the film, it feels sad. And I think so, thanks to Lijo for putting this press meet for you all to just share his mind and tell why it's important to watch a cinema with open mind. Thank you. പലരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടത്. ആ ഒരു ലോങ് ഷോട്ട് ആയാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോ അതിൽ എന്താണ് പറയുന്നത്, ഈ തിരക്കഥയെ കുറിച്ച് സാർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചു? ഇല്ല, അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെ ഉണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മൾ ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമയുടെ വേൾഡ് ബിൽഡിംഗ്, ആദ്യത്തെ 20-25 മിനിറ്റിന്റെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലൈക്കോട്ടെ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാള്. പക്ഷേ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത്
എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്. അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ കഥയുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റും. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമന്റുകളാണ്. ഞാൻ അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചോണ്ടിരുന്നത്. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് അല്ല, ഞാൻ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരാൾ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെതിരെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതിൽ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലി മെന്റലി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പൊ പക്ഷെ ഇങ്ങനെ വൈകുന്നേരം സിനിമകൾ ഇപ്പോൾ നമ്മള് ഓരോ സിനിമയ്ക്ക് കണ്ടിറങ്ങുന്ന വളരെ ഒപ്പീനിയൻസ് മീഡിയാസ് എടുക്കുന്നതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് പലർക്കും പണം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നു. കുറച്ചും കൂടി ഒരു കാമായിട്ട് അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പറയേണ്ട ഈ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സിനിമ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിനിമയൊക്കെ എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു വേളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ എടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് വെൻ യു വാച്ച് ലൈക്ക് ദാറ്റ്. ലാസ്റ്റ് വരുന്ന സോങ്ങിലൊക്കെ ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ കൂടെ നമുക്ക് അതുപോലെ തന്നെ കൗബോയ് ടച്ച് കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ പോക്ക് കലർത്തി പോലെയാണ് മ്യൂസിക് അത് ഇൻറ്റൻഷനലി ആഡ് ചെയ്താണ് അത്രമാത്രം അതിനെ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഏതൊരു എലമെന്റും, അത് സോങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സോങ്ങിന് പഴയ കാനന്റെ ചായ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ഒരു പഴയ പാട്ട് കേൾക്കുന്ന സുഖം കിട്ടണം ആ പാട്ട് കേൾക്കുന്നത്. ഇപ്പോൾ സൊനാലി ഡാൻസ് ചെയ്യുന്ന മയിൽ സോങ് അത് ഒരു മറാഠി ലാവ്നി സ്റ്റൈൽ ഡാൻസിന്റെ സ്വഭാവം ഉണ്ടാക്കണം. കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന്. ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, ഇപ്പോൾ കഥയെ പോലൊരു ആക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ നമ്മുടെ ഒരു എൻറ്റയർ ഇന്ത്യൻ ടെറൈനായിട്ട് തോന്നണം. ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റിലെ സിനിമകളുടെ സ്വഭാവം, ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെയും ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോറിന്റെയൊക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ തന്നെ പഴയ സിനിമകൾ, നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും ഷാനിന്റെയും അത്തരത്തിലുള്ള വലിയ സിനിമ നമ്മുടെ ഇവിടെ തന്നെ ന്യൂഡൽഹി ഉള്ള ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മെഹബൂബ പോലൊരു സോങ്ങിന്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലൊരു സിനിമയെ, അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണത്. അപ്പോ ഈ റാക്ക് പോലൊരു സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ള ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ള ഒരു സോങ് ആണത്. ലോട്ട് ഓഫ് ടാപ്സ് ഇൻവോൾവ്, ബോഡി ടാപ്പിംഗ്. അപ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും കഥ എൻജോയ് ചെയ്യുന്നതോടൊപ്പം എൻജോയ് ചെയ്യാൻ തന്നെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ, സിമിലാരിറ്റി ഒരുപാട് സിനിമകളുമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാനാണ് ഈ സിനിമ. കാരണം അതിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു നമ്മൾ 70s-ലും 80s-ലും ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന വലിയ സിനിമയുടെ ശബ്ദവും അകലെ നിന്ന് വരുന്ന കാളവണ്ടിയുടെ ശബ്ദവും ഒക്കെ ഫീൽ ചെയ്യിക്കുക,
എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആമിയനാണെങ്കിൽ ഡബിൾ ബാരലാണെങ്കിലും ഫൈറ്റ് സീനിലൊക്കെ നമുക്കത് റെഫറൻസ് കണ്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അത് മേക്കപ്പ് രീതിയിൽ ഇൻപുട്ട് അതുപോലെ വന്നതാണോ അതോ അതിനകത്തുനിന്നുള്ള എലമെന്റുകൾ അല്ല അതുപോലെ നമുക്ക് തോന്നിച്ചു സിനിമ ഫൈറ്റ് നാച്ചുറലി അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 10 സിനിമ പ്രായമുള്ള ഒരു സംവിധായകനാണ്. അപ്പൊ എന്റെ 10 സിനിമയിലെയും എലമെന്റുകൾ എന്റെ 10ാമത്തെ സിനിമയിൽ എത്തുമ്പോൾ ഉണ്ടാവും. ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഈ 10 സിനിമകളിൽ പിന്നെ അതിനകത്ത് എലമെന്റുകൾ വരും. അത് എൻ്റെ ഒരു ചിന്തയുടെ തുടർച്ചയാണ്. അപ്പൊ അത് അതിനകത്ത് തീർത്ത് വിടവച്ചേക്കാം എന്ന് വിചാരിക്കുന്നല്ലാതെ. ഇന്നത്തെ സിനിമയിൽ ഒരു കാര്യം കൂടെ വേറെ കാണിക്കുന്ന തള്ളവരലിൽ നിൽക്കുന്ന ഫുൾ ബോഡി വെയിറ്റ് താങ്ങുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമകൾ എൻജോയ് ചെയ്യുമ്പോൾ വേറൊരു നെക്സ്റ്റ് ഒരു പാർട്ടിലേക്കുള്ള ഒരു എലമെന്റ് കൂടെ വേറൊരു ക്യാരക്ടറിന്റെ ഒരു ഇതും കൂടെ. അപ്പോൾ ഇതിലും വലിയൊരു സ്കെയിലായിരിക്കും ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത്. അതിൽ ആ ക്യാരക്ടറിന്റെ കഥയായിരിക്കും ആ സിനിമ. അതായത് നെക്സ്റ്റ് ഒരു സിനിമയെ കുറിച്ച് എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മൾ മനസ്സിലാലോചിച്ചിട്ടുള്ളത് ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ. അത് കുറച്ചുകൂടി അമാനുഷികതയുള്ള ഒരു സിനിമയായിട്ടാണ് അതിനെ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കഥാപാത്രവും രീതിയുമാണ് അതിന്റെ എൻഡിലൂടെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിനൊത്ത വലുപ്പം, കാല് ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആ സിനിമയ്ക്ക് ഉണ്ടാവും. എല്ലാവർക്കും വലിയ വലിയ നന്ദി. ഒറ്റ കാര്യം ഞാൻ പറയണു, 28 ദിവസം തിയേറ്ററിൽ ആൾ വരണം. ഇത് ഒരു ഞാൻ ഉറപ്പായിട്ടും ഞങ്ങളുടെ എൻറ്റയർ ടീം അത് ആഗ്രഹിക്കുന്നു. അത് വലിയ സ്ക്രീനിൽ തന്നെ നമ്മുടെ ഓഡിയൻസിന് കാണണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാനായിക്കോട്ടെ.